ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. Priesthood in the Old Testament. Priest, one who is placed in the front. The common priesthood. The ministerial priesthood. The co-workers of the disciples. The succession of apostles and the grace of Holy Spirit. Priestly duties. Priest the teacher. Priest the sanctifier. Priest the leader. The call to priesthood. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു വൈദിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു അൽമായൻ വൈദികനായിട്ട് തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും പലരും നമ്മുടെ മുതിർന്നവരൊക്കെ ആയിട്ട് പലരും ഇങ്ങനെ പറയാറുണ്ട്, അവർക്ക് എന്താ കുഴപ്പം, അവർക്ക് സമയത്ത് ഫുഡുണ്ട്, 4 നേരവും നല്ല ഇറച്ചി മീനും കൂട്ടിയുള്ള ഫുഡുണ്ട്, അവർക്ക് വേറെ ഒന്നും ടെൻഷനില്ല, ഇടവക്കാർ കൊടുക്കുന്ന പൈസയുണ്ട്, അവർക്ക് വണ്ടിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുർബാനകളുള്ള ഞായറാഴ്ചകളിലൊക്കെ അവരെപ്പോൾ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കും? പറഞ്ഞൊരു 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് അന്നത്തെ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങി അവരുടെ മോർണിംഗ് ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞ് അതിനുവേണ്ടി പ്രെയർ, ഇത് കഴിഞ്ഞ് ഓരോ ഞായറാഴ്ചകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ആദ്യം തൊട്ട് എനിക്കറിയാവുന്നൊരു കാര്യം, ഞായറാഴ്ചകളിൽ പലപ്പോഴും അച്ഛന്മാർ ഫുഡ് പോലും കഴിക്കാറില്ല. അങ്ങനെ അവര് ഫുഡ് കഴിച്ചാൽ ഓടിപ്പോയി നിന്നുകൊണ്ട് 2 വായ എടുത്ത് കഴിച്ചു. അന്നേരത്തേക്ക് അടുത്ത കുർബാനയ്ക്ക് സമയമായി. അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും സർട്ടിഫിക്കറ്റിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഒക്കെ ആയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യും. ഇതെല്ലാം ഫുൾ ടൈം ദൈവജനത്തിന് വേണ്ടി. അപ്പോൾ ഇത്ര എല്ലാം ചെയ്ത് ഞായറാഴ്ച ഫുൾ എൻഗേജ്ഡ് ആയിട്ട് വൈകിട്ടൊരു 8 മണി ആയി കഴിഞ്ഞാൽ അവർ പള്ളി കാലിയാണ്, പിന്നെ അവിടെ ആരുമില്ല, അവരൊറ്റയാണ്. ഓക്കെ, 2 അച്ഛന്മാരുള്ളടത്ത് ഓക്കെ, പല പള്ളികളിലും ഓരോ അച്ഛന്മാരും. അവർക്ക് പിന്നെ ഏകാന്തമായി. അവിടെയും ആരാണ് അവർക്ക് കൂട്ട്? ഈശോ. ആ ഒരു ധൈര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. നമുക്കൊക്കെ വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അയൽവാസികളും. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പള്ളികളൊക്കെ ഇരിക്കുന്നിടങ്ങളിൽ ഡൽഹി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ പള്ളികൾക്ക് അടുത്ത ഫ്ലാറ്റുകളുണ്ട്. പക്ഷെ നാടുകൾ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പള്ളി കഴിഞ്ഞ് അടുത്തൊരു വീട് വരണമെങ്കിൽ ചിലപ്പം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞു. അങ്ങനെ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ ഒറ്റയ്ക്ക് താമസിക്കുക. അതുപോലെ തന്നെ ഇടദിവസങ്ങളിൽ എന്നാ സംഭവിക്കുന്നത്, രാവിലെ ആ കുർബാന കഴിഞ്ഞ ആൾക്കാരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും ഏകാന്തരായി. ഇതെല്ലാം ആർക്കാണ്? ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടിയും അവരുടെ ജീവിതം സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് യാതൊരു കഷ്ടപ്പാടും ഇല്ലെന്ന് എപ്പോഴും നമ്മൾ പറയാം. അവർ സഹിക്കുന്ന പോലെ ഒരിക്കലും മാനുഷികമായ ഒത്തിരി സഹനങ്ങൾ, ആത്മീയമായ ഒത്തിരി സഹനങ്ങൾ, അവരും മനുഷ്യനാണ്, അവർക്കും മാനുഷികമായ ഒത്തിരി വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ച് അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും മറ്റ് മാനുഷികമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് നമുക്ക് വേണ്ടി. അവരവരുടെ കുടുംബത്തെ ഉപേക്ഷിച്ചു, അവരുടെ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചു, അവരുടെ ഫാമിലി ലൈഫ് ഉപേക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. തിരുപ്പട്ടം സ്വീകരിച്ച് ഓക്കെ, വളരെ ചുരുക്കം ചില അച്ഛന്മാർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് സംഭവിച്ച തെറ്റുകൾ കൊണ്ട് നമ്മൾ എല്ലാ വൈദികരെയും തെറ്റുകാരായി കാണാൻ പാടില്ല. വിശുദ്ധരായ അനേകം വൈദികർ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ആ സേവനം
നമുക്ക് കുർബാനയില്ല. വൈദികരില്ലെങ്കിൽ നമുക്ക് എന്താ? കുർബാനയില്ല, നമുക്ക് കുമ്പസാരമില്ല, നമുക്ക് രോഗിലേവനമില്ല, മരിച്ചടക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതും കിട്ടുന്നില്ല. അപ്പം ഇവിടെ എല്ലാം ഇവൻ നമുക്ക് ഇപ്പൊ ശ്രദ്ധിച്ച് നമുക്ക് നമ്മുടെ ഈ കൊറോണയുടെ സമയത്തും പലരും മരിച്ചു. അവരൊക്കെ അടക്കം വൈദികർ പോകുന്നുണ്ട്. നമ്മളാരെങ്കിലും അങ്ങനെ പോകാറുണ്ട്? നമുക്ക് നമ്മുടെ ആൾക്കാർ മരിച്ചാൽ മാത്രമേ നമ്മൾ പോകും. എത്രയോ പേര് മരിച്ചു. ഇവിടെ എല്ലാം എല്ലാ റിസ്ക്കും എടുത്ത് ഇവിടെ അച്ഛന്മാര് അവരുടെ മരിച്ചടക്കിന് പോകാനും അവർക്ക് വേണ്ട കൂതാശകൾ കൊടുക്കാനും എല്ലാത്തിനും റെഡിയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് പാതിരാത്രിക്ക് എന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടാലും അവരേറ്റു വന്ന് സംസാരിക്കും. അതുപോലെ തന്നെ രോഗിലാവണം, എപ്പം ചെന്ന് അവർ കിടന്ന് ഉറങ്ങണം, അവർ ഒരിക്കലും കുമ്പസാരം, രോഗിലാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും അവർ എക്സ്ക്യൂസ് പറയത്തില്ല. ഇവിടെയൊക്കെ അവര് നമുക്ക് വേണ്ടി, ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി അവരുടെ ജീവിതം ഒഴിച്ചിട്ടിരിക്കും. As Jesus walked by the Sea of Galilee, he saw two brothers, Simon, who is called Peter, and Andrew his brother, casting a net into the sea, for they were fishermen. And he said to them, "Follow me, and I will make you fish for people." Matthew chapter 4, verses 18 to 20. This is a beautiful scene depicting how Jesus invites the disciple to serve in the kingdom of God he planned to institute. And they, leaving their parents and everything, followed Jesus. The service of the kingdom of God is at present entrusted to the priests. This mission will be rendered in the church until the end of the world. Priesthood in the Old Testament. God selected Israel as a kingdom of priests and a holy nation. He selected the tribe of Levi, especially for the liturgical service. They were appointed to offer gifts and sacrifices. The sacrifices and priesthood of the Old Covenant were merely shadows of the sacrifice and priesthood of the New Covenant to be perfected through Jesus. When Christ has offered for all time a single sacrifice for sins, he sat down at the right hand of God. By a single offering he has perfected for all time those who are sanctified. Priest, one who is placed in the front. The word priest means one who is placed in front. Yes, God places him in front of the people. At the same time, he is placed in front of God by the church. Jesus is the one mediator between God and man. Timothy chapter 2, verse 5. The priest, through his priesthood, shares the eternal priesthood of Jesus. Thus, he acts as a mediator between God and man. The common priesthood. All baptized and incorporated into the priesthood of Jesus. This is the common priesthood of the people of God. You are a chosen race, a royal priesthood, a holy nation, God's own people. 1 Peter chapter 2, verse 9. Saint Peter refers here to the common priesthood. Common priesthood exhorts us to carry on our life and activities in a spirit of sacrificial offering and thus introduce Jesus to all around us. The ministerial priesthood. God selects some people and appoints them especially for his service. Jesus makes them share his mission of leading, teaching, and sanctifying the people of God. Jesus selected them and authorized them to proclaim the message, to heal the sick, and to cast out demons. Mark chapter 3, verse 14 to 15. Thus, he gave the disciples authority to reach the fruits of salvation he secured through the Paschal mysteries to the future generations. He gifted them with the Holy Spirit and strengthened them. This same mission now he has entrusted to the bishops, the successors of the apostles, and their assistant ministers, the priests and the deacons. The co-workers of the disciples. Wherever the disciples preached the gospel, they appointed the priests as their co-workers and ordered them to be vigilant to tend the flock of God. The apostles ordained their assistant ministers, laying hands on them. St. Paul says to Timothy, "I remind you to rekindle the gift of God that is within you through the laying on of my hands." 2 Timothy chapter 1, verse 7. The bishops, who are successors of the apostles, hand over the priesthood through the laying on of hands. The most important part of the ministry of the holy orders is the prayer of laying on of hands. Priesthood is conferred through this rite of laying on of hands and with the special grace of the Holy Spirit. In the ancient church, the deacons were ordained through laying on of hands. Acts chapter 6, verses 1 to 6.
അൾത്താരയേ നിൻ മുൻപിലായി നന്ദി തൻ ബലിയായിതാ. അൾത്താരയേ നിൻ മുൻപിലായി നന്ദി തൻ ബലിയായിതാ. നന്ദി തൻ ബലിയായി ജീവിച്ചിടാൻ കൂദാശയാകുന്ന സ്നേഹത്തിനായി തീർത്തിടാം ഹൃദയം അൾത്താരയാ. നന്ദി തൻ ബലിയായി ജീവിച്ചിടാൻ കൂദാശയാകുന്ന സ്നേഹത്തിനായി തീർത്തിടാം ഹൃദയം അൾത്താരയാ. നിത്യപുരോഹിതനേ നിത്യമനുഗ്രഹമേ കൃപ നീ ചൊരിയണമേ നിറവുകളേകണമേ. നിത്യപുരോഹിതനേ നിത്യമനുഗ്രഹമേ കൃപ നീ ചൊരിയണമേ നിറവുകളേകണമേ. അപ്പമായി ഇനിയെന്നും എൻ ജീവനിൽ നാഥാ നിൻ സ്നേഹം ഞാൻ കണ്ടിടുമേ. അപ്പമായി ഇനിയെന്നും എൻ ജീവനിൽ നാഥാ നിൻ സ്നേഹം ഞാൻ കണ്ടിടുമേ. ഓരോ ബലിയിലും ഓർത്തു പ്രാർത്ഥിക്കാൻ ഒരുക്കുനീദാസരേ നിത്യപുരോഹിത. ഓരോ ബലിയിലും ഓർത്തു പ്രാർത്ഥിക്കാൻ ഒരുക്കുനീദാസരേ നിത്യപുരോഹിത. നിത്യപുരോഹിതനേ നിത്യമനുഗ്രഹമേ കൃപ നീ ചൊരിയണമേ നിറവുകളേകണമേ. നിത്യപുരോഹിതനേ നിത്യമനുഗ്രഹമേ കൃപ നീ ചൊരിയണമേ നിറവുകളേകണമേ. തിരുനിണമെൻ ജീവന്റെ ശോഭയാകാൻ നാഥാ നിൻ ക്രൂശിന്റെ ഭാഗമാകാൻ. തിരുനിണമെൻ ജീവന്റെ ശോഭയാകാൻ നാഥാ നിൻ ക്രൂശിന്റെ ഭാഗമാകാൻ. The succession of the apostles and the grace of the Holy Spirit. There are two prayers during imposition of hands in the ordination service of the Syro-Malabar liturgy. In the first prayer of imposition, the bishop prays thus: Lord, true to the apostolic tradition entrusted upon us, through the laying on of hands, I am presenting this humble servant in front of you, so as to be a selected priest of your church. May the grace of the Holy Spirit descend upon him, and with the mercy and blessings of your only Son, he may become mature enough to execute the ministry of priesthood in all perfection. This prayer clarifies that the Holy Orders has an apostolic succession and that it is continued with the power of the Holy Spirit. Even if the person called for priesthood is unworthy, the power of the Divine Spirit makes him worthy. The prayer during the liturgy of the Word reminds us about this fact. With the grace of the Holy Spirit, the status of actual priesthood is being granted
through the imposition of hands. Though we are humble and insignificant, out of your mercy, you have made us eligible to be worthy members of the body of your church and render spiritual service to the faithful. വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശംശാന ജോസഫ് പുത്തൂരിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സത്യവിശ്വാസം പഠിപ്പിക്കുവാൻ സംരക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നതോടൊപ്പം അധികാരികളോടുള്ള പൂർണ്ണ വിധേയത്വവും അനുസരണവും വിശുദ്ധ സാക്ഷിയാക്കി ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ സമയം നമുക്കെല്ലാവർക്കും ഇരുന്നുകൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ശംശാന ജോസഫ് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർസഭാഷയെ കത്തോലിക്ക സത്യവിശ്വാസം എന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക നമ്മുടെ കർത്താവിശ്വം സുവിശേഷം എനിക്ക് സാക്ഷിയാക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധ പൗലോഹിത്യം എന്ന ദൈവികദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോകാഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ഇപ്പോൾ വൈദികാർത്തിയെ മൊഴിമൊഴിക്കുന്നു. ദൈവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ടവനാണ് പുരോഹിതൻ. ദീർഘനാളത്തെ ദാരിദ്ര്യത്തിന് ശേഷം ജെറുസലേം ദൈവാലയം ദർശിക്കുന്ന യഹൂദ ഭക്തന്റെ ഹൃദയ വികാരങ്ങൾ തുടിക്കുന്നതാണ് നാം ആലപിക്കുവാൻ പോകുന്ന 84-ാം സങ്കീർത്തനം. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും ദൈവദൂതന്മാർക്ക് പോലും അപ്രാപ്യമാണ്. ബലിപീഠത്തിനരികെ കൂട് കണ്ടെത്തി ബലിപീഠം കേന്ദ്രമാക്കി സഭാമക്കളെ വളർത്തേണ്ടവരാണ് പുരോഹിതനെന്നും കേവലം ഒരു ദിവസത്തെ ദൈവാലയ ശുശ്രൂഷ 1000 ദിവസത്തെ ലൗകിക ജീവിതത്തെക്കാൾ ശ്രേഷ്ഠകരമാണെന്നും ഹൃദയസ്പർശിയായ ഈ ഗീതം വിളിച്ചോതുന്നു. സങ്കീർത്തനോടൊത്ത് പൗരോഹിത്യത്തിന്റെ മഹാത്മ്യത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പുരോഹിതാർത്ഥിക്ക് വേണ്ടി നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. 2 മുട്ടുകൾ കുത്തുന്നത് 2 നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലി അർപ്പിക്കുക, പാപവിമോചകമായ മാമോദീസ നൽകുക എന്നീ 2 പുരോഹിത കർത്തവ്യങ്ങളെയാണ് 2 നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യ ഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപയും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഇരുന്നു കൊണ്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എപ്പോഴും നമ്മളോടൊത്തുണ്ടായിരിക്കട്ടെ. കൈപ്പറ്റിയമായ ശുശ്രൂഷ ബലഹീനമായ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും സമാധാനം നമ്മോടുകൂടെ. പട്ടക്കളത്തിലെ കൈവപ്പ് പ്രാർത്ഥനകളാണ് ഇപ്പോൾ ചൊല്ലുവാൻ പോകുന്നത്. പരിശുദ്ധ റൂഹായ എണ്ണൽ വരണമേ എന്ന ചിന്തയോടെ ഇടതുകൈ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആധ്യാത്മിക ശുശ്രൂഷയുടെ കത്രാകൾ താൻ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുവാൻ വലതുകൈ പുരോഹിതാർത്ഥികളുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1ാമത്തെ കൈവപ്പ് പ്രാർത്ഥന നടത്തുന്നു. ദൈവ സ്വഭാവത്തിൽ പിതാവുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്ന ധന്യ നിമിഷങ്ങളാണ് ഇപ്പോൾ. 2ാമത്തെ കൈവപ്പ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അഭിമന്യ പിതാവ് കൈവപ്പ് ശുശ്രൂഷ പൂർത്തിയാക്കി അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ ധന്യ നിമിഷങ്ങളിൽ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ ഞങ്ങളുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ വിശുദ്ധ സഭയിൽ ദൈവികരാമങ്ങളുടെ മധ്യസ്ഥനായ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷക നാണയങ്ങൾ
അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കയ്യൊപ്പുഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങിവന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്ക് നിങ്ങളുടെ പേരിട്ടുന്ന പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന സംസ്ഥാന ജോസഫ് പുത്തൂരിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവരുടെ സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങനെ തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിനും നിർവഹിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്നേഹിതന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോകരാജാവേ, അങ്ങയുടെ ദാസനെ കൃത്യൻ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി അവരെ ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും ബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധമതഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ പുത്ര സ്വീകാര്യത്തിന്റെ ഭാഗഭാഗ്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജന്മത്തിനു വേണ്ടി പാപമോചകമായ അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശ നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പേർക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ കർത്താവിന്റെ പുരോഹിതൻ, ഇതാ തിരുസഭയ്ക്കൊരു നവവൈദികൻ. സീറോ മലബാർ സഭയ്ക്കും ഉജ്ജയൻ രൂപതയ്ക്കും പുത്തൂർ കുടുംബത്തിനും അതിലൂടെ സെന്റ് മേരീസ് ഇടവകയ്ക്കും നമുക്ക് എല്ലാവർക്കും ധന്യതയുടെ നിമിഷങ്ങൾ. ഇന്നുവരെ സംസ്ഥാനമായിരുന്ന ജോസഫ് പുത്തൂർ ക്രിസ്തുവിന്റെ പുരോഹിതനായി അഭിഷക്തനാകുന്ന അവിസ്മരണീയമായ മുഹൂർത്തം. പൗരോഹിത്യ പദവി വ്യക്തമാക്കുന്നതിനായി ഊറാറ കഴുത്തിന്റെ ഇരുവശങ്ങളിലുമായി ധരിപ്പിക്കുകയും പൗരോഹിത്യം ഒരു വ്യക്തിയെ പൂർണ്ണമായി ആവരണം ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കുവാനായി നീതിയുടെ വസ്ത്രമായ കാപ്പ അഭിമന്യ പിതാവ് ഇപ്പോൾ അണിയിക്കുകയും ചെയ്യുന്നു. നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും തന്നെ പ്രീതിപ്പെടുത്തുവാൻ നീതിയുടെ വസ്ത്രം എന്നേക്കുമായി ധരിപ്പിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം നൽകിക്കൊണ്ട് സത്യത്തിന്റെ വചനം പഠിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനുള്ള പുരോഹിതന്റെ ദൗത്യത്തെ അഭിമന്യ പിതാവ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അഭിമന്യ പിതാവ് നവാഭിഷക്തന്റെ കുർബാനപ്പെട്ടത്തെ പ്രത്യേക ദൈവത്തിൽ പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് നവവൈദികന്റെ ശിരസിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ക്രമമാണ് തുടർന്നു വരുന്നത്. വഴിയും സത്യം ജീവനുമായ സുവിശേഷം പ്രഘോഷിക്കുക,
സുവിശേഷത്തിലെ ഈശോയുടെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം എൻ്റെ ജീവിത നിയമവുമായിരിക്കും. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് പുത്തൂർ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹൃദയപൂർവ്വം നടത്തിയ പ്രാർത്ഥനകൾ ശ്രമിച്ച് ഈ ദാസൻ ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ നൽകിയ കർത്താവിന് ഹൃദയസ്പർശിയ 145 സങ്കീർത്തനത്തോട് നന്ദി പറയുന്നു. ഈ കീർത്തനത്തിന്റെ സമയത്ത് ആർക്കതിയാക്കുവാനാണ് നയിക്കപ്പെട്ട് കൃപയുടെ ഭണ്ഡാരമായ പരിശുദ്ധ ത്രോണോസിനെ നവവൈദികൻ ആദരപൂർവ്വം ചുംബിക്കുന്നു. തദനന്തരം അഭിമന്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കൈകുത്തി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ സ്വീകരിച്ച് വിശിഹാനീയുടെ സേവനത്തിനായി എന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. സന്തോഷിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ആദരരായിരിക്കുന്ന വൈദികഗണം മുഴുവൻ സ്നേഹത്തിന്റെയും അഭിനന്ദനത്തിന്റെയും ചുംബനം നൽകി നവവൈദികനെ അനുമോദിക്കുകയും പ്രാർത്ഥന നിർഭരമായ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. Priestly duties. In the prayer of the imposition of hands, the celebrant reminds of the special duties of a priest and also prays for the grace to execute them. The important duties of a priest mentioned in this prayer are preaching the word of truth, healing the sick, laying hands on them, performing the ministries in the sanctuary with a clear conscience, officiating the sacraments of reconciliation and baptism and matrimony. Through this, a priest is executing the missions of Christ. Priest, the teacher. The prophets were people appointed by God to converse with the people of Israel in the name of God and lead them to God after correcting their mistakes. Teaching is a prophetic mission. Jesus was the greatest God-sent prophet. He was the greatest teacher the world has ever seen. He devoted his public life entirely to teach. The churches, synagogues, hilltops, valleys, fields, and even seashore were pulpits for him to teach. The priest who partakes in Jesus' priesthood is bound to teach. The primary duty of a priest is to inform the good news of salvation to everyone. It is the duty of a priest to impart authoritative knowledge pertaining to faith and morality to the people of God. He must execute this mission according to the teachings of the church. Priest, the sanctifier. The priests of the Old Covenant were selected and ordained by God to celebrate sacrifices and offerings and thereby sanctify them. But those sacrifices and offerings were too ineffective to transform the worshippers because they were mere shadows of the real. On the other hand, Jesus celebrating an eternal sacrifice, and that too only once, could secure the sanctification, salvation of the whole humanity. The priest who partakes in the priesthood of Jesus is invited to sanctify the people of God. He fulfills this mission through the sanctifying rituals of the Holy Kurbana and the sacraments. His faith and sanctity in life and prayer are helpful for the sanctification of the people of God. Priest, the leader. God crowned and appointed kings to lead and protect Israel. Jesus is a true shepherd who sacrificed his life for his people.
The priests are supposed to lead the flock through the pastures of grace and ultimately to heaven. His leadership is that of service, not of authority. Jesus said, "The Son of Man has come not to be served, but to serve." A priest has to conduct the people of God from slavery of sin to the freedom of the love of God. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നത്? മാക്സിമം 3 വർഷത്തെ ഡിഗ്രി ഇല്ലേ? വേണ്ട, 3 വർഷം കൂടെ കൂട്ടി 6 വർഷത്തെ ഡിഗ്രി കോഴ്സ്, ഡിഗ്രി PG. പക്ഷെ ഒരു അച്ഛൻ ആകാൻ അവർ ഒരുങ്ങുന്ന എത്ര വർഷമാണ്? മിനിമം 11 വർഷം. ഈ 11 വർഷത്തിനോടിടയ്ക്ക് അവർ എല്ലാ രീതിയിലും അവർ ട്രെയിൻഡ് ആവുക. A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുങ്ങിയാണ്, അതിനുശേഷമാണ് അവർ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. The call to priesthood. Just as Jesus selected and appointed the 12 disciples, he invites certain people today to execute his mission. We should be ready to respond to this. The sacrament of the holy orders, through which one is incorporated into the priesthood of Jesus, is very sublime. The hymn in the ritual of the holy orders is worthy of attention. How superior is the position you shoulder! If God calls us for the excellent priesthood, we must respond to the call. God has His own plans for all of us. When we live according to God's plan, our life becomes fruitful. We must pray incessantly to know what is God's plan for us. Frequent reception of the sacraments, Bible reading, etc. are the means to promote vocations to priesthood. We should pray that God provides many good priests to the church. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന എൻ്റെ ഒരുമിച്ചിനെയാണ് ഇപ്പോൾ ഓർക്കണം. പ്രത്യേകിച്ച് അച്ഛന്മാരെ പറ്റി പറയും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സഹോദരങ്ങൾ 2 അച്ഛന്മാർ, മീൻസ് ബാക്കിയുള്ളവർ എന്നെക്കാളും ഇളയവരാണ്. എൻ്റെ മൂത്തവരായിട്ടുള്ള 2 സഹോദരന്മാർ ഉള്ളത് അവർ സെമിനാരി പോയതിന് ശേഷം എൻ്റെ പപ്പായുടെ അമ്മ വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും അവർക്ക് വേണ്ടി മാറ്റി വെക്കാം. അതായത് കേടാകത്തില്ലാത്ത രീതിയിൽ ഉള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് അച്ഛന്മാർ വരുമ്പോൾ കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെക്കുമായിരുന്നു. കൃത്യമായിട്ട് അവർ വരുമ്പോൾ അതെടുത്ത് അവർക്ക് കൊടുക്കും. അതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി, ഒരംശം പോലും വേറെ ആർക്കും കൊടുക്കും. അത് അച്ഛന്മാർക്ക് വേണ്ടി. അതായത് എൻ്റെ കുഞ്ഞുമക്കൾ, എൻ്റെ മക്കളെ, അതായത് വല്യമ്മയുടെ മകളുടെ 2 മക്കളാണല്ലോ, അവർക്ക് വേണ്ടി. അവരും അത് അമ്മയുടെ അമ്മയാണ്, അല്ലെങ്കിൽ അമ്മയുടെ അപ്പനാണ്. അവരാണെ പോലും ഈ അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ അവരിരിക്കുന്നിടത്ത് നേരിട്ട് അവരെ ഇരുത്തേച്ച് അവർ മാറി നിൽക്കുകയോ ചെയ്യും. അത്രമാത്രം റെസ്പെക്ട് ആ വൈദിക ജീവിതത്തിന് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാക്കുന്ന കേട് പോകുകയല്ലാത്ത ഭക്ഷണ സാധനങ്ങളാണ്. അത് കൃത്യമായിട്ട് അവർക്ക് വേണ്ടി അവർ മാറ്റി വെക്കുമായിരുന്നു. അവധിക്ക് വരുമ്പോൾ വർഷത്തിലൊന്നാണ് അവർ വരുന്നത്, അന്നേരം അവർക്ക് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളൊന്നും ഇന്നൊന്നും അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണന്മാർ, നമ്മുടെ വല്യപ്പന്മാര്, അവർ ചെയ്യുന്നത് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അതൊക്കെയാണ് ആ വൈദിക ജീവിതത്തിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ കാരണന്മാരിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിലൂടെയാണ് നമുക്ക് കൂടുതൽ അതിന്റെ വാല്യൂ എന്താണ്. നമ്മൾ പുസ്തകത്തിൽ വായിച്ചു, അല്ലെങ്കിൽ കാറ്റഗിസത്തിൽ കേട്ടു, അങ്ങനെ അങ്ങ് പോകും. ഇന്നത്തെ കാലത്താണ് നമ്മൾ അച്ഛന്മാരുടെ തോളെ കൈയിട്ട് നടക്കുന്നത്. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും ആ ഒരു ഇത് ഉണ്ടായിട്ടില്ല. അത്രമാത്രം റെസ്പെക്ട് അച്ഛന്മാർ നമ്മുടെ തോളെ കൈയിടാറുണ്ട്, പക്ഷെ നമ്മൾ അച്ഛന്മാരുടെ തോളെ കൈയിടാൻ പോകത്തില്ലായിരുന്നു. അത്രമാത്രം റെസ്പെക്ട് അച്ഛന്മാരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇരിക്കത്തില്ലായിരുന്നു. മീൻസ് വെല്ലുപ്പനാന്ന് പറഞ്ഞത് അമ്മയുടെ അപ്പനും അമ്മയും ഞാൻ കണ്ടേക്കുന്നത്. അവരവരുടെ കൊച്ചുമക്കൾ അച്ഛന്മാർ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പോലും അവരവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവർക്ക് സ്തുതിയും ചൊല്ലി അവരെ ആ സീറ്റിലിരുത്തുന്നത് ഞാൻ കണ്ടു. അവരാ വേണ്ട അമ്മച്ചി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ പോലും അവരിരിക്കത്തില്ല. ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ പോലും പറ്റത്തില്ല. അപ്പനും അമ്മയ്ക്കെന്നും പറഞ്ഞ അവിടെ ആ ഒരു സീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, ആ സീറ്റിൽ അവരെ ഇരുത്തും. അത്രമാത്രം വാല്യൂ ഉള്ള ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. വൈദിക ജീവിതത്തിന് അത്രമാത്രം വാല്യൂ കൊടുക്കുന്ന ഒരു ജനറേഷൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ അതിന്റെ 4 പോലും കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാറ്റഗിസം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ
നമ്മളതിൻ്റെ അകത്ത് നമ്മുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കാരണന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ആയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഈവൻ വേണ്ട നമ്മുടെ അച്ഛന്മാരോട് ചോദിക്കാം. ഇവിടെ എല്ലാം നമ്മളിൽ ഒരുവനായിട്ട് തന്നെ നമ്മൾ അവരെ കാണണം. എങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരാളായിട്ട് അവരെ റെസ്പെക്ട് ചെയ്യണം. അവർക്ക് ആവശ്യമായ റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ അതുവഴി നമ്മൾ ആർക്കാ റെസ്പെക്ട് കൊടുക്കുന്നത്? ഈശോയുടെ ആധികാരത്തിൽ.